ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 294 മുതൽ 298 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു. ഇനി 299 മുതൽ 303 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 299 നാമമന്ത്രം നാദരൂപ. ഇവിടെ നാദം, ആ ദായാണ് അവിടെ. നാദ എന്നൊന്നും ഉച്ചരിക്കരുത്. തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട ദായ ഒരു ധായ അല്ല അവിടെ. തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ് ഇവിടെ. നാദരൂപ, അതല്ലാതെ നാദരൂപ എന്നും ഉച്ചരിക്കരുത്. നാദരൂപ എന്ന് നീട്ടിയിട്ട് ജപിക്കുക. നാദം രൂപമായുള്ളവൾ. അപ്പോൾ നാദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചലനത്തിന്റെ ഫലമായിട്ടാണ് നാദം അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൽ ബ്രഹ്മാണ്ടങ്ങളുടെ ചലനങ്ങളുടെ ഫലമായി നാദമുണ്ടാകുന്നു. ആ ബ്രഹ്മാണ്ടങ്ങളിൽ ഭൂമി തുടങ്ങിയ ഒട്ടനവധി ഗോളങ്ങളുടെ ചലനത്തിന്റെ ഫലമായി നാദങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. ഓരോ ഗോളത്തിലുമുള്ള ചലിക്കുന്നതും ചലിക്കാത്തതുമായ ചരവും അചരവുമായ ജീവികളുടെ പ്രവർത്തന ഫലമായി നാദമുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം നാദോൽപത്തിക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചമാതാവായ ദേവിയുടെ രൂപമാണ് ഈ നാദങ്ങളെല്ലാം, ഈ ശബ്ദങ്ങളെല്ലാം എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. നാദരൂപിണി ശങ്കരി പാഹിമാം എന്നുള്ളൊരു ചലച്ചിത്ര ഗാനം തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ നാദം രൂപമായുള്ളവൾ, നാദരൂപിണിയാണ്. അടുത്ത നാമമന്ത്രം 300. നാമരൂപ വിവർജിത. പദം പിരിക്കുമ്പോൾ വിവർജിത, രൂപവിവർജിത, നാമരൂപ വിവർജിത. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് വിവർജിത. ഇവിടെ 2 ജകാരം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുകൾ നിരയിലെ അണപ്പല്ലും താഴത്തെ നിരയിലെ അണപ്പല്ലും അത് കൂട്ടി കടിച്ചു പിടിച്ചുകൊണ്ട് അമർത്തി ഉച്ചരിക്കേണ്ട ഒരു അക്ഷരങ്ങളാണ് 2 ജകാരങ്ങൾ. വിവർജിത എന്ന് നീട്ടിയിട്ട് ജപിക്കുക. ഇതിന് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം നാമവും രൂപവും ഇല്ലാത്തവൾ. ഇവിടെ വിവർജിത എന്നാണ് കൊടുത്തിട്ടുള്ളത്. വി ചേർത്തത് പൂർണ്ണമായും, അതായത് വിശേഷേണ ഒരു തരത്തിലും അമ്മയെ വർണ്ണിക്കാൻ സാധിക്കില്ല എന്നുകൂടി ഇവിടെ വശിന്യാദി വാഗ്ദേവന്മാർ വർണ്ണിച്ചിരിക്കുന്നു. അതായത് നാമവുമില്ല രൂപവുമില്ല. അമ്മയുടെ 1000 നാമങ്ങളാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അവയിൽ ഓരോന്നും ദേവിയുടെ ഗുണവിശേഷങ്ങളുടെ അല്പമാത്രമായ സ്ഫുരണങ്ങൾ മാത്രമാണെന്ന് പറയുന്നു. ജഗദംബയെ സമഗ്രമായി അവതരിപ്പിക്കാൻ ഒരു നാമത്തിനും കഴിവില്ല. പിന്നെ ഇവിടെ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ദേവിയുടെ സ്ഥൂലവും സൂക്ഷ്മവും സൂക്ഷ്മതമവുമായ എല്ലാ രൂപങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ വർണ്ണനകളൊക്കെ ദേവിയുടെ രൂപത്തെ ഉൾക്കൊള്ളുന്നു എന്നും പറയാനാവില്ല. അതുകൊണ്ട് തന്നെ അമ്മ നാമവും രൂപവും ഇല്ലാത്തവളാണ് എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. നാമരൂപ വിവർജിത. 301 നാമമന്ത്രം ഹ്രീങ്കാരി. ഹ്രീം പ്ലസ് കാരി, അതാണ് ഇവിടെ ഹ്രീങ്കാരിയായി മാറിയത്. ഹ്രീം എന്ന ബീജാക്ഷരം ജപിക്കുമ്പോൾ അത് മണിപൂരക ചക്രത്തിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ വെറുതെ തൊണ്ട കൊണ്ടല്ലാതെ വയറിൽ നിന്നും, അതായത് ഉദരത്തിൽ നിന്നും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. ഹ്രീങ്കാരി എന്ന് ജപിക്കുക. അതല്ലാതെ ഹ്രീം എന്ന് നമ്മൾ ജപിക്കുമ്പോൾ മേൽചുണ്ടും കീഴ്ചുണ്ടും കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഹ്രീംകാരി എന്ന് ജപിക്കരുത്. മേൽചുണ്ടും കീഴ്ചുണ്ടും കൂട്ടിമുട്ടിക്കാതെ ഹ്രീങ്കാരി എന്ന് നീട്ടിയിട്ട് ജപിക്കുക. ഹ്രീം എന്ന ബീജാക്ഷരം അത് തന്നെ സ്വരൂപമായുള്ളവൾ. ഭുവനേശ്വരി ബീജരൂപമാണ് ഹ്രീം എന്ന ബീജാക്ഷരം. സൃഷ്ടി സ്ഥിതി സംഹാര ശക്തികൾ ഉൾക്കൊള്ളുന്ന ഈ ബീജാക്ഷരം നവാക്ഷരി മന്ത്രത്തിലൊക്കെ ഉണ്ട്. നവാക്ഷരി മന്ത്രദീക്ഷ കിട്ടിയവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഹ്രീങ്കാരിയായ അമ്മ
302 നാമമന്ത്രം ഹ്രീമതി. ഹ്രീമതി, അവിടെ താ ശ്രദ്ധിക്കണം. ഹ്രീമതി എന്നൊന്നും ഉച്ചരിക്കരുത്. ഹ്രീമതി, ലജ്ജയുള്ളവൾ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ദേവി മഹാത്മ്യത്തില് നാരായണീ സ്തുതി 11-ാം അധ്യായം അതില് ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മീ ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായ നാരായണി നമോസ്തുതേ. അപ്പോൾ ഹ്രീമതി, ലജ്ജയുള്ളവൾ. 303-ാമത്തെ നാമമന്ത്രം ഹൃദ്യ. ഇവിടെ ദായാണ്, തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ടതായ ദ അല്ല ഇവിടെ. അത് തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട ധ ഇതാണ്, ധായാണ്. ഇവിടെ തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ്. അതുകൊണ്ട് തന്നെ ഹൃദ്യ എന്ന് നീട്ടി ജപിക്കുക. ഹൃദ്യയായവൾ അല്ലെങ്കിൽ ഹൃത്തിൽ ഭവിച്ചവൾ, ഭക്തന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതിന് മുൻപായിട്ട് ന്യാസത്തിൽ നമ്മൾ ഋഷി, ഛന്ദസ്, പിന്നെ ദേവത. ദേവതയെ ന്യസിക്കുന്നത് നമ്മുടെ നെഞ്ചിന്റെ നടുഭാഗത്തായിട്ട്, അത് ഹൃദയം എന്നാണ് പറയുക. ഹൃദയം ഇടത് ഭാഗത്താണെങ്കിലും ജപസമയത്ത് ന്യസിക്കുന്നത് നെഞ്ചിന്റെ നടുഭാഗത്ത്, നടുവിരലും മോതിരവിരലും തൊട്ടുകൊണ്ടാണ് നമ്മൾ ശ്രീ ലളിത ത്രിപുര സുന്ദരി ദേവത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഹൃത്തിൽ വസിക്കുന്നവൾ. അപ്പോൾ ആ ഹൃദ്യയായ മഹാദേവി എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.